ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's name be glorified. വീണ്ടും ഈ നിലയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പേ നിൽപ്പാൻ ദൈവം ഇടയാക്കിയ കൃപയോർത്ത് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the opportunity that He's given me once again to stand before you all. പ്രാരംഭമായിട്ട് രണ്ട് വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. To start off with, I'd like to read two portions from Scripture. ഒന്നാമത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. I'd like to read from John chapter 14, verse 1 through verse 3. അവിടെ കാണുന്നത്, നിങ്ങളുടെ ഹൃദയം പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. And we read, "Do not let your hearts be troubled. Trust in God. Trust also in me. In my Father's house are many rooms. If it were not so, I would have told you. I am going there to prepare a place for you. And if I go and prepare a place for you, I will come back and take you to be with me, that you also may be where I am." രണ്ടാമതായിട്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. And then the second portion I'd like to read is from Revelation chapter 21, verses 2 onwards. Verses 2 onwards. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകിയില്ല, ദുഃഖവും മുറവിളയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. Reading from verse 2, I saw the holy city, the new Jerusalem, coming down out of heaven from God, prepared as a bride, beautifully dressed for her husband. And I heard a loud voice from the throne saying, "Now the dwelling of God is with men, and He will live with them. They will be His people, and God Himself will be with them and be their God. He will wipe every tear from their eyes. There will be no more death, or mourning, or crying, or pain. The old order of things have passed away." നാം ഈ വായിച്ച 2 ഭാഗത്തും നമുക്കുള്ള ഒരു വലിയ പ്രത്യാശയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. And as we read these portions, we're able to see a great hope that we have. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു പ്രോമിസ്, ഒരു വാഗ്ദത്തം ആയിട്ട് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. We can see the greatest promise, the greatest hope that God has given us. ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം തന്നാൽ ദൈവം അത് നിറവേറ്റുന്ന ദൈവമാണ്. If God gives us a promise, He's a God that will fulfill that promise. ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. We believe in God. ഇവിടെ ആദ്യത്തെ അധ്യായത്തിൽ നാം കാണുന്നത് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയ ഒരു കർത്താവ്. In the first portion, we see a God that has gone to prepare a place for us. അപ്പം നമ്മുടെ പ്രത്യാശ, ഒരു ദൈവ മകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് നമ്മുടെ കർത്താവിനോടുകൂടെ അല്ലെ ദൈവസന്നിധിയിൽ ചെല്ലുക എന്നുള്ളത്. In terms of the child of God, the greatest hope that we have is that we can enter into the presence of God. ദൈവം ഇരിക്കുന്ന ആ സ്ഥലത്ത് നമ്മളെയും കൊണ്ടുപോകും എന്നൊരു വാഗ്ദത്തം. The promise that God will take us to the same place that He is at today. നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയ ഒരു കർത്താവ്, that He's preparing a place for us. അവൻ വീണ്ടും വന്ന് നമ്മെ കൊണ്ടുപോകും. And that He will return and take us there. നമ്മുടെ ഹൃദയം കലങ്ങി പോകാതെ നാം ആ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത് ഇവിടെ. We see here that we should not let our hearts be troubled. നോർമലി ഈ വേദഭാഗമൊക്കെ കൂടുതലും വായിക്കുന്നത് ഫ്യൂണറൽ സമയത്തൊക്കെയാണ്. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഭാഗം വായിക്കുന്നത് ഫ്യൂണറൽ സമയത്തൊക്കെ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. A lot of times this portion is read, especially in Kerala, during times of funerals. അതുപോലെ തന്നെ നാം പാടുന്ന ഒരു പാട്ടാണ് സമയമാം രഥത്തിൽ. ഇതൊക്കെ കൂടുതലും നമ്മൾ ഫ്യൂണറലിന്റെ ടൈമിലാണ് കേൾക്കുന്നത്. And there's another song that talks about when the time of funeral. It's sung during times of funeral. എന്നാൽ ഈ ഭാഗവും ആ പാട്ടുമൊക്കെ എനിക്ക് കൂടുതൽ ഒരു പ്രത്യാശയുടെ, അത് ഏത് സമയത്തും നമുക്ക് പാടാൻ പറ്റുന്ന ഒരു ഗാനമായിട്ടാണ്. നമുക്ക് ഏത് നിമിഷവും നമുക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു രംഗമായിട്ടാണ് എനിക്കത് ആ ഈ വേദഭാഗവും അതുപോലെ ഈ പാട്ടും എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. ഞാൻ ഈ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാവുന്ന പാട്ട് ഞാൻ ഉറക്കം പാടിക്കൊണ്ട്, ആരും കേൾക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ പാടുന്ന ഒരു പാട്ടാണ്, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ.
That's a song that I would sing a lot. It talks about how there's only a little more time until my journey is finished. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ ഞാൻ കാണും. Uh, Jesus, to you be the praise. I will see you soon. നമ്മുടെ എല്ലാം പ്രത്യാശ അതാണ്, വേഗം നമ്മുടെ കർത്താവിനെ കാണും. That's the hope that each and every one of us have, that we will see him soon. നമുക്കൊരു പ്രത്യാശ തരുന്ന വേദഭാഗവും അതുപോലെ ഒരു പാട്ടുമാണ് വേഗം എൻ്റെ കർത്താവിനെ കാണാമെന്നുള്ള ഒരു പ്രത്യാശ. That song and this portion as well gives us that hope that we're able to see God soon. എന്നാൽ എൻ്റെ ടോപ്പിക് ഇതൊന്നും അല്ല. But this is not my topic. നമ്മൾ ഈ കർത്താവിനെ കാണുവാൻ അല്ലെങ്കിൽ അവൻ്റെ വരവിനായി നാം ഒരുങ്ങിയിട്ടുണ്ടോ, നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ് എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒരു കാര്യം. The thing that I really wanted to talk about was, are we ready for when God comes for us? 2 മാസം മുമ്പേ ഷെഡ്യൂളിൽ എൻ്റെ പേര് വന്നാണ് 2 months ago, my name was added to the schedule. ഈ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി. ഞാൻ കംപ്ലീറ്റ്ലി അത് മറന്നുപോയി. Completely forgot about that. ഒരു 4 ദിവസം മുമ്പ് നിതിൻ ഇതിട്ടു, നമ്മുടെ ഈ മാസത്തെ പ്രോഗ്രാം ലേറ്റ് ആയിട്ടാണെങ്കിലും ഇട്ടു. Around 3 or 4 days ago, വളരെ യാദൃശ്യമായിട്ട് എൻ്റെ പേര് അതിനകത്ത് കണ്ടു. he posted the monthly bulletin, and that's when I saw my name on there. ഞാൻ പെട്ടെന്ന് എന്തു പറയും എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒന്ന് ചഞ്ചലപ്പെട്ടു. So I panicked for a little bit and trying to figure out what topic to talk about. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു ചിന്തയാണ്, നമ്മൾ റെഡിയാണോ, കർത്താവ് വന്നാൽ ഇന്ന് പോകാൻ നമ്മൾ റെഡിയാണോ എന്നുള്ളത്. One of the thoughts that came to my mind then was, are we ready if God were to come? ഞാൻ ആ ദിവസങ്ങളിൽ തന്നെ 1 തെസ്സലോനിക്കർ 25 അധ്യായം ഞാൻ വായിക്കാനിടയായി. That day I read from 1 Thessalonians chapter 5. അവിടെ നമ്മൾ റെഡി ആയിരിക്കാൻ ഉള്ള അനേക കാര്യങ്ങൾ, കാരണങ്ങൾ ആ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. പൗലോസ് എഴുതുമ്പോൾ That portion we see that Paul has written a lot of different things that we should be doing to be ready. അങ്ങനെയാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ കാരണം. നമ്മൾ റെഡിയാണോ, കർത്താവ് ഇന്ന് വന്നാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനായിട്ട് നാം ഒരുങ്ങിയിരിക്കുന്നവരാണോ? That's how I came to this topic of, are we prepared for when Christ makes his return? ഒന്നാമതായിട്ട് 1 തെസ്സലോനിക്കർ 5 അധ്യായം അതിൻ്റെ 6 വാക്യം നമുക്ക് വായിക്കാം. Let's read from 1 Thessalonians chapter 5 verse 6. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. First Thessalonians chapter 5 verse 6. Chapter 5 verse 6. Okay. So then let us not be like others who are asleep, but let us be alert and self-controlled. നാം ഉണർന്നിരിക്കേണ്ടുന്ന ആവശ്യകത നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. And we see here that we have a need to be awake. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നാം ഉണർന്നിരിക്കുക. We should be awake for the coming of the Lord Jesus. നാം ഉണർന്നിരുന്നാൽ മാത്രം പോരാ. We shouldn't just be awake. നാം അതിനുവേണ്ടി നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യണം. We have to prepare ourselves for it. ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 44 വാക്യം. I'd like to read from Matthew chapter 24 verse 44. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. Verse 44. So you also must be ready, because the Son of Man will come at an hour when you do not expect him. നാം അറിയുന്നില്ല കർത്താവ് എപ്പോൾ വരുന്നുവെന്ന്. We don't know when the Lord will come. ഞാൻ ജനിച്ച ഓർമ്മയായ കാലം മുതൽ നമ്മൾ കർത്താവ് ഇന്ന് വരുന്നു, നാളെ വരുന്നു, പ്രസംഗിക്കുന്നവരെല്ലാം വരുന്നുണ്ട്. From the time I was born, I can remember hearing people preaching about how the Lord ഞാനത് will come കേൾക്കാൻ today or തുടങ്ങിയിട്ട് tomorrow. ഓൾമോസ്റ്റ് ഒരു 40-45 years ആയി. I've been hearing that for around 40-45 years now, കർത്താവ് ഇതുവരെ വന്നില്ല. and yet Christ has not yet come. അതുകൊണ്ട് നമ്മൾ അധികം ഒരുങ്ങാറില്ല. And so a lot of times it's easy not to prepare. എന്നാൽ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. But the word of God says that we must be prepared. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. He will come at a time when you don't expect. നാം ഒരുങ്ങിയിരിക്കണം. So we must be prepared. 1 തെസ്സലോനിയൻസ് 5:6 നാം കണ്ടത്, Going back to 1 Thessalonians chapter 5. മറ്റുള്ളവരെ പോലെ നാം ഉറങ്ങുന്നവരായിട്ടല്ല, സുബോധത്തോടെ കർത്താവിന്റെ വരവിനായി നാം സുബോധത്തോടെ ഇരിക്കുക. Let us not be like others who are asleep, but let us be alert and self-controlled. അതിന്റെ തന്നെ 8 വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 തെസ്സലോനിയൻസ് 5 അധ്യായം അതിന്റെ 8 വാക്യം. Let's read from verse 8 of the same chapter. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധത്തോടെ ഇരിക്കുക.
But since we belong to the day, let us be self-controlled, putting on faith and love as a breastplate, and the hope of salvation as a helmet. വീണ്ടെടുക്കപ്പെട്ട ദൈവമകൾ അല്ലെ മകൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടത് നാം സുബോധത്തോടെ നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. One of the most important things that we can do as a child of God is to be prepared for the coming of the Lord Jesus. നമ്മുടെ ജീവിതത്തിലും വരും ദിവസങ്ങളിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി കൂടുതൽ ഒരുങ്ങിയിരിക്കുന്നവരായിട്ട് സുബോധമുള്ളവരായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. As we move forward, it's very important that we're being alert and fully prepared for when Christ comes. ഈ മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിച്ചത് നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ അത്യാവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്ന മൂന്ന് വാക്കുകളാണ്. And these three portions that I read from really remind us of that importance of being alert and being prepared. നമുക്ക് എങ്ങനെയൊക്കെ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം? So how can we be prepared for the coming of Christ? ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. The first thing that we can do is by spending time in prayer. സെയിം അധ്യായം 1 തെസ്സലോനിയൻസ് 5:17-18 വാക്യങ്ങൾ. Reading from the same portion, 1 Thessalonians chapter 5, verse 16. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. Pray continually, giving thanks in all circumstances, for this is God's will for you in Christ Jesus. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ്? What is God's will for us? ഇവിടെ വ്യക്തമായിട്ട് നാം കാണുന്നു, ഇടവിടാതെ നാം പ്രാർത്ഥിക്കുക. Pray continually. നമുക്ക് ദൈവം നൽകുന്ന എല്ലാ ഉപകാരങ്ങൾക്കും സ്തോത്രം ചെയ്യുക. Give thanks in all circumstances. ഇതാണ് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. For this is God's will for you in Christ Jesus. നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കുക. We should always be prepared. നമ്മൾ ദൈവത്തിന് ഇഷ്ടമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. We should always be doing things that are in the will of God. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. And that is what God desires. നമുക്ക് ദൈവത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. That way we'll be able to do many things for God. ദൈവവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കും. We're able to study and teach the word of God as well. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. We'll be able to pray for other people as well. നമ്മുടെ പ്രാർത്ഥന കേവലം നമുക്ക് വേണ്ടി മാത്രമാവരുത്. Our prayers shouldn't just be only for ourselves. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയൂടെ നാം പ്രാർത്ഥിക്കണം. We should also pray for the community around us as well. അനേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. As a child of God, we have great responsibility to pray for many things. സ്വന്തം എന്നതിനേക്കാൾ ഉപരി even above our own needs. എനിക്ക് ചുറ്റുമുള്ള എന്നോട് സഹവർത്തിക്കുന്ന ആൾക്കാർ, I should be praying for the people around me. എൻ്റെ സഹോദരി സഹോദരന്മാർ മാത്രമല്ല, not just my siblings. എനിക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എൻ്റെ സമൂഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ. I have a great responsibility to pray for my ഒരിക്കലും community. ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത അനേകർ എൻ്റെ ചുറ്റുമുണ്ട്. There are many who have never seen God. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. We should be praying for them. ഇതൊക്കെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ കടമയാണ്. And this is our responsibility as children of God and trying to be prepared for പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, to be in prayer, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, to give thanks in all circumstances. വളരെ കുഞ്ഞു കാര്യങ്ങളായിരിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുള്ളത്. It might be very small, minor things that God has done in our നമ്മുടെ മനസ്സിൽ അത് വളരെ ചെറുതായിട്ട് തോന്നാം. We might feel in our minds that it's such a small thing. നമ്മളൊരു ചെറിയ കാര്യം ചെയ്തു എന്ന് നമുക്ക് തോന്നാം. It might be a minor thing that we're thinking എന്നാൽ അത് ചെയ്യുവാനുള്ള നമ്മുടെ മനസ്സാണ് ദൈവം കാണുന്നത്. But God sees our heart in doing that. വചനത്തിൽ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, as scripture says, if you give a glass of water in the name of Jesus, ഒരു ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഒരു ദൈവമകനായി അല്ലെ ദൈവത്തിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു നമുക്ക് അതൊരു വലിയ ഒരു അനുഗ്രഹമായി ദൈവം തീർക്കും. If we try to be prepared for the coming of Christ, that's going to be a great blessing in our life. നാം ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും നാം കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരും. We'll have to give account for every small action that we might take. അതുപോലെ നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും. And God will bless us for each and every one of the good things that we do in our life. ഞാൻ എപ്പോഴും ഞാനും നമ്മുടെ പഴയ ചർച്ചിൽ റോയ് ജോൺ ഉണ്ടായിരുന്നു. Me and Uncle and Roy Uncle ഫ്രണ്ട്സ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം പുള്ളി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെച്ചാൽ ഇനി സ്റ്റാറിന്റെ എണ്ണം കൂടും എന്ന് പറയാറുണ്ട്. And he would say that if you do this, the number of stars, kind of like the military decoration, will increase. ആ സ്റ്റാറിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് സ്വർഗീയ അല്ലെങ്കിൽ നമ്മുടെ ലെവല് അല്പം കൂടും എന്ന് ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്. He would jokingly say that as the number of stars would increase, it's kind of like representing your spiritual standing increasing almost. നാം ചെയ്യുന്ന എന്ത് കാര്യം അത് ദൈവത്തിന് മഹത്വമുള്ളതായി തീരണം. Anything that we do should bring glory to God. അത് നമ്മുടെ സഭയിൽ ചെയ്യുന്ന കാര്യമല്ല.
It could be something that we do in the നമുക്ക് church. പുറത്ത് നമുക്ക് പുറത്ത് നാം ചെയ്യുന്ന കാര്യങ്ങളായാലും It could be stuff that we do outside of the church. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്വന്തം സഹോദരന്മാരെ മാത്രമല്ല, താൻ പോകുന്ന വഴിയിൽ താൻ കണ്ട എല്ലാവരെയും സ്നേഹിച്ചു, അല്ലെ അവരെയൊക്കെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു നമ്മുടെ കർത്താവ്. When we see the Lord during his time on the earth, he didn't only care about his disciples, he cared about the people that he ran into. തന്റെ ശിഷ്യന്മാരെ പലരെയും കടൽ തീരത്ത് മുക്കുവന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. He went with a lot of people at the lakeside. ഒരു കഴിവുമില്ലാതെ സംസാരിക്കാൻ പോലും കഴിവില്ല വിക്കന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. He sought out people that were not good at speaking, but വളരെ മോശമായ രീതിയിൽ ജീവിച്ച പാപിനിയായ സ്ത്രീയെയാണ് കർത്താവ് തന്നിലേക്ക് ആകർഷിച്ചത്. He welcomed the sinful woman that had been living a life of sin. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെ ചർച്ചിനെ അല്ലെ നമ്മുടെ സഹോദരങ്ങളെ മാത്രമല്ല, നമുക്ക് പുറത്തുള്ള ആൾക്കാരെയും കാണുവാനുള്ള കണ്ണ് നമുക്ക് വേണം. We should have eyes to see the people outside of our church. ചിലപ്പോൾ നമ്മുടെ ആ നോട്ടത്തിലായിരിക്കാം അവർ നമ്മയിലേക്ക് ദൈവത്തിലേക്ക് അടുക്കുന്നത്. It might be through our care towards them that they start drawing closer to God. രണ്ടാമതായിട്ട് അവന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കർത്താവിന്റെ വാക്കുകളെ അല്ലെങ്കിൽ അവന്റെ വചനത്തെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് അനുകരിക്കുക എന്നുള്ളതാണ്. The second thing that we can do to prepare for the coming of God is to obey his words. നമ്മൾ എപ്പോഴും അവന്റെ വാക്ക് ശ്രദ്ധിക്കുന്നവരായിരിക്കണം. We should always pay attention to what God has said. അവൻ പല രീതിയിൽ തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. He speaks to us in many ways through his word. മറ്റുള്ള സഹോദരന്മാരിലൂടെ നമ്മളോട് സംസാരിക്കും. He could also speak to us through different brothers and sisters that we have in the assembly. വിവിധ രീതിയിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും. There's a lot of different ways that God can speak to us. ചിലപ്പോൾ നമ്മുടെ ഏകാന്ത സമയങ്ങളിൽ ദൈവം നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. It might be when we're facing difficult times that he puts certain thoughts in our mind. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ അതിൽ നിന്നുള്ള വാക്കുകളായിരിക്കാം നമ്മിൽ വെളിച്ചം വീശുന്നത്. It might be certain words that we read when we're just randomly reading scripture. നമ്മൾ അതിലാണ് നമ്മൾ കൂടുതൽ എൻകറേജ് ആയി ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. അവന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. And that's how we can be encouraged and grow closer to God by ചിലപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചിലരെ ഒരുക്കുന്നതായിരിക്കാം. It might be that someone that God has prepared for us. അവരിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളായിരിക്കാം. It might be words that you hear from them. ചിലർ മെസ്സേജുകൾ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. Sometimes when someone shares from the word of God, we might feel like it's speaking to us directly. അപ്പൊ തീർച്ചയായിട്ടും അവന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന നമ്മൾ അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. And in order to be prepared for his coming, one of the biggest things that we can do is to hear his words. മൂന്നാമതായിട്ട് The third thing, അവന്റെ വരവിനെ ഉറ്റുനോക്കി അത് ഒരു ശ്രദ്ധയോടെ ഉറ്റുനോക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. we should be looking forward with focus towards his coming. ഒരുപാട് നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നാം നേരിടേണ്ടി വന്നേക്കാം. During our journey through life, we'll face a lot of different situations in our life. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ നമ്മെ പിടിച്ചെന്ന് വരാം. We might face difficulties, trials, or illnesses. ഇതിന്റെയൊക്കെ മധ്യേ And in the middle of all of this, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, we should be putting our hope in God, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, to be looking towards the face of അവന്റെ God, വരവിനായി ഒരുങ്ങിയിരിക്കുവാൻ to be prepared for his coming. നമ്മെ തന്നെ നമുക്ക് ഒരുക്കാൻ പറ്റും. And we can prepare ourselves for that. ചിലപ്പം പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാനായിരിക്കാം. A lot of times we will have trials in our life that allow us to draw closer to God. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങളുടെ മധ്യേ നാം കൂടുതൽ ദൈവത്തോട് അടുക്കുന്നവരാകും. And during these times of difficulty, we're able to draw closer to God. ഒരു മനുഷ്യൻ എന്ന നിലയിൽ And as a human, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതൽ വിളിക്കാറുള്ളത്. a lot of times we will draw closer to God during times of difficulty in our life. അല്ലാത്ത സമയത്ത് നാം എപ്പോൾ കാണുമ്പോൾ നാം ഹാപ്പിയാണ്. Other times we're always very happy. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ When we face trouble in our life, അതെന്ത് തന്നെ ആയിക്കോട്ടെ, whatever that trouble may മേ be, ബി രോഗങ്ങളായിരിക്കാം, it might be sickness, അല്ലെങ്കിൽ നമുക്ക് പണത്തിന്റെ കുറവായിരിക്കാം, it might be financial ഒരു difficulty. ടെൻഷനോ പ്രയാസമോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ Whenever we face some stress or something going on in our life, പെട്ടെന്ന് ദൈവമേ എന്ന് അല്ലെ ദൈവത്തെ ഓർക്കുന്ന ഒരു രീതിയാണ് മനുഷ്യൻ്റെത്. oftentimes that's when we start remembering, oh Lord, oh God, can you help? എന്നാൽ അങ്ങനെയല്ല. But that's not how it should be. സന്തോഷത്തിലും ദുഃഖത്തിലും In times of sadness and in times of happiness, ഒരുപോലെ നമ്മുടെ ശ്രദ്ധ ദൈവത്തിലായിരിക്കണം. our focus should be on God for all of those situations. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമാണ് നാം കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാറുള്ളത്. But a lot of times we just focus on God only during times of trouble. നാം ആദ്യം കണ്ടത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. As we saw before, we should give കുഞ്ഞു thanks കുഞ്ഞു to God for everything. സന്തോഷങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ. It could be minor happiness, വലിയ വലിയ സങ്കടങ്ങളായിരിക്കാം നമ്മുടെ It could be ജീവിതത്തിൽ വരുന്നത്. very large or significant. അതിലൊന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല.
We shouldn't be despairing in any നാം way. കാണും നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. There's nothing that's impossible. For അവന്റെ us. വരവിനെ ഒരുങ്ങി നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം നിസ്സാരമാണ്. For someone that's looking forward to his coming and is prepared, these are all minor occurrences. അവൻ കള്ളനെ പോലെ വരുന്ന നാഴിക ഏറ്റവും അടുത്തിരിക്കുകയാണ്. The day when he comes as a thief is drawing very near. അത് അനേക വർഷങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. And we've been hearing that for many years. നമുക്കൊരു കുലുക്കവുമില്ല. But yet we haven't really seen it. ഇന്നും നമ്മൾ ആ പഴയ രീതിയിൽ തന്നെയാണ്. And yet we continue to go forward in our old ways. എന്നാൽ കർത്താവ് ഇന്ന് വരുന്നു അല്ലെങ്കിൽ നാളെ വരുന്നു. Either God will come today or maybe tomorrow. ആ ഒരു ഉറപ്പോടെ ആ ഒരു പ്രത്യാശയോടെ നാം ദൈവത്തെ നോക്കി അവനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നാം ജീവിക്കണം. And we should be living with that kind of focus and looking forward to that. അതിനുവേണ്ടി ഒരു കരുതലോടെ ജീവിക്കാം. അതാണ് എൻ്റെ അടുത്ത പോയിന്റ്. നമുക്കൊരു കരുതലോടെ ജീവിക്കാം. We have to live with a desire for that. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് 10 കന്യകമാരുടെ കഥയാണ്, ഉപമയാണ്. One of the things that just came to mind was the story of the 10 virgins. The 10 virgins. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. Matthew chapter 25 verse 1 through verse 13. അവിടെ 10 കന്യകമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And here we can see the story of 10 virgins. അവരാ 10 പേരും ഒരേപോലെ ആ മണവാളനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. And all of them are here waiting to greet their bridegroom. അവരുടെ കയ്യിൽ വിളക്കുണ്ട്. They have candles. അവര് 10 പേരും വളരെ ജാഗ്രതയോടെ അവരുടെ മണവാളനെ വരവേൽക്കാൻ നോക്കിയിരിക്കുകയാണ്. All 10 of them were waiting with great anticipation for the bridegroom to arrive. മണവാളൻ അല്പസമയം എടുക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിരിക്കുന്ന പോലെ മണവാളൻ അല്പസമയം എടുക്കും വരാൻ. Just like we're looking, the bridegroom took a while to arrive. നമുക്കറിയാം 5 പേരുടെ വിളക്കിലെ എണ്ണ 10 പേരുടെയും തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 5 പേര് അവർക്ക് വേണ്ട എണ്ണ അവർ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. We know the story that all 10 of them were running out of oil, but 5 of them had prepared extra oil and were well prepared for that. അവരെ നാം കാണുന്നത് ബുദ്ധിയുള്ള കന്യകമാരെന്നാണ്. And we see that they were the wise ones. എന്നാൽ അവരും തുള്ളിച്ചാടി മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി അവരും തുള്ളിച്ചാടി പുറപ്പെട്ടതാണ്. And the others also rushed out to meet the bridegroom. എന്നാൽ മണവാളൻ വരാറായപ്പോഴത്തേക്ക് അവരുടെ എണ്ണ കുറഞ്ഞു പോവുകയാണ്. But by the time the bridegroom arrived, the oil that they had for their lamp was running low. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് വളരെ വളരെ തീവ്രതയോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാം വളരെ സ്ട്രോങ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാം ചെയ്യുന്നത്. And so that's something we can see in our own life when we first come to trust Jesus. എന്നാൽ ക്രമേണ നമ്മുടെ എണ്ണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But over time our energy level or our oil എണ്ണ നാം കരുതി വെക്കുന്നില്ല. We're not setting aside enough for the amount of time that it will take. എല്ലാവരും ആ മണവാളനെ കാത്തിരിക്കുകയാണെങ്കിലും ഈ 5 പേരുടെ എണ്ണ അവിടെ തീർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We see that all of them were waiting for the bridegroom, but 5 of them ran out of oil. പെട്ടെന്ന് അവർ ഉറങ്ങിപ്പോയി. And they fell asleep. നമ്മളും മണവാളനെ കാത്തിരുന്ന് ഇപ്പൊ ഒരു ഉറങ്ങുന്ന ഒരു അവസ്ഥയിലാണ്. എപ്പോഴും ഉറക്കമാണ് നമുക്കും. Yeah, a lot of times we're waiting and we end up falling asleep. എന്നാൽ പെട്ടെന്ന് മണവാളൻ വരുന്ന സൗണ്ട് അവർ കേട്ടു. But yet they hear the sound of the bridegroom coming. പെട്ടെന്ന് അവർ ചാടി എണീറ്റ് വിളക്കുകളൊക്കെ കത്തിച്ചു. They quickly jumped up and started trimming their wicks for 5 പേരുടെ വിളക്ക് വളരെ നന്നായിട്ട് പ്രകാശിച്ചു. കാരണം അവർ എക്സ്ട്രാ എണ്ണ കരുതിയിട്ടുണ്ടായിരുന്നു. For 5 of them the lamps were very well lit because they had brought enough oil for that. എന്നാൽ ബാക്കി 5 പേർക്ക്, but for the other 5, അവർക്ക് ആ വാതിൽക്കൽ ചെന്ന് മുട്ടിയിട്ട് അവർക്ക് അകത്ത് കയറുവാനായിട്ട് സാധിച്ചില്ല. They knocked on the door but they weren't able to go in. ആ എണ്ണ ഉണ്ടായിരുന്ന ബുദ്ധിയുള്ള 5 കന്യകമാർക്ക് അകത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. The 5 wise virgins that had brought the extra oil were എന്നാൽ 5 പേര് ആ ഡോറിന് വെളിയിൽ നിൽക്കുകയാണ്. But yet the other 5 were standing outside the door. അവർ മുട്ടി നോക്കി. They tried knocking, കതക് തുറക്കുന്നില്ല. but the door was not being opened. അവരെ അറിയാത്ത ഒരു മണവാളനെയാണ്. ആ മണവാളൻ അവരെ അറിയുന്നില്ല. And we see that the bridegroom says that I do not know you. ആ മണവാളന് വേണ്ടി അവർ ഒരുങ്ങിയിരുന്നില്ല. They were not prepared for the bridegroom. നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നമ്മൾ അതിനു വേണ്ടി നാം ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യകതയാണ് ഇവിടെ ഉപമയിലൂടെ നാം കാണുന്നത്. And we see through this parable the importance of being prepared and being ready. നമ്മുടെ യാത്രയിൽ ഒരിക്കലും എണ്ണ കുറഞ്ഞു പോകാൻ പാടില്ല. Throughout our journey, the amount of oil that we have, നാം കരുതലുള്ളവരായി ഒരു ഫോക്കസോടുകൂടി നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവിനെ കാണണം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചേരണം എന്നുള്ള ഫോക്കസ് നമുക്ക് വേണം. we should be having that focus that we want to see the Lord Jesus. നമ്മുടെ എണ്ണ ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. Our oil should not ever run out. പ്രത്യാശ വർദ്ധിച്ചു വരണമെന്നാണ് ദൈവവചനം പറയുന്നത്. We should have that hope.
അങ്ങനെ ആ പ്രത്യാശയോടെ ഒരുങ്ങിയിരിക്കുവാൻ ദൈവം നമ്മളെ And സഹായിക്കട്ടെ. we should be prepared with based on that hope as well. അതുപോലെ തന്നെ വേറൊരു ഉപമയാണ് ആ സെയിം അധ്യായത്തിൽ താലന്തുകൾ ലഭിച്ച 3 വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And then similarly, we see another parable about the talents. 5ഉം 2ഉം 1ഉം താലന്ത് ലഭിച്ചവർ There were some that got 5, some that got 2, and then one that got 1 talent. 5 കിട്ടിയവൻ അത് ഇരട്ടിയാക്കി 10 ആക്കി. The one that got 5 doubled it and ended up with 10. 2 കിട്ടിയവൻ അത് 4 ആക്കി. The one that had 2 doubled it as well and got 4. 1 കിട്ടിയവൻ ഒന്നും ചെയ്യാതെ അത് മൂടി വെച്ചിരുന്നു, കുഴിച്ചിട്ടിരുന്നു. The one that only had 1 talent did nothing with it and just buried it. നമുക്ക് അനേക താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. God has given us many talents. So ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്. for some, it's the ability to speak. ചിലർക്ക് പാട്ട് പാടുവാൻ കഴിവുണ്ട്. For others, it's the ability to sing. പ്രാർത്ഥിക്കുവാൻ കഴിവുണ്ട്. Maybe it's to pray. പലർക്കും പല താലന്ത്. നമ്മൾ 100 പേരുണ്ട്, 100 താലന്തായിരിക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. If there's 100 of us, there might be 100 different talents between all എന്റെ of us. താലന്ത് വളരെ ചെറുതാണെന്ന് വിചാരിച്ച് ഞാൻ അത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കരുത്. Even if we think our talent that God has given us may be small, we should never avoid using it. ആ താലന്ത് നാം ഉപയോഗിക്കാതിരുന്നാൽ ഒരിക്കൽ നമുക്ക് കേൾക്കേണ്ടുന്ന വിളി മണ്ടനായ ഒരു ദാസനെ എന്ന് നമ്മെ ദൈവം വിളിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വരരുത്. If we avoid using that talent that God has given us, we'll hear what the servant here heard, "You foolish servant." ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ് ദൈവവചനത്തിൽ ഒരു താലന്ത് കിട്ടിയ ദുഷ്ടനും മടിയൻ മെയിൻലി മടിയനായ ഒരു സെർവന്റ് എന്നാണ് ഒരു താലന്ത് കിട്ടിയ ആളിനെ വിശേഷിപ്പിക്കുന്നത് ദൈവം. We see here that the master replies, "You wicked, lazy servant." നമ്മെ ഒരിക്കലും ദൈവം അങ്ങനെ വിളിക്കുവാൻ പാടില്ല, ഇടയാവരുത്. Let's not give God the reason to call നമ്മുടെ us that. ഫോക്കസ് കർത്താവിന്റെ രണ്ടാം വരവ്, നമ്മെ ചേർക്കുവാൻ വരുന്ന ഒരു കർത്താവിന്റെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. Let's be focused on how God will return for us, അവസാനം നമ്മളോട് പറയണം, "വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്." so that He's able to say, "Well done, good and faithful." അത് കേൾക്കാനാണ് നമുക്ക് ആഗ്രഹം. That should be our desire. to നമ്മുടെ hear that. താലന്തുകൾ കുഴിച്ചിടാതെ Instead of burying the talents that we നമുക്ക് have, നൽകിയിട്ടുള്ള ചെറിയ ചെറിയ താലന്തുകൾ whatever the small talents it may be that God has given us, അത് ദൈവത്തിനായി ഉപയോഗിക്കുക. we should be using that for God. പാട്ട് പാടാൻ ഒരു കഴിവാണ് ദൈവം തന്നെങ്കിൽ അത് ഉപയോഗിക്കുക പാട്ട് പാടാനായിട്ട്. If God has given us a talent for singing, then we should use that. ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കും, ആൾക്കാരുടെ മുന്നിൽ പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നാണമോ കഴിവില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. It might be in relation to prayer. എന്നാൽ നമ്മുടെ ഏകാന്ത നേരങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. We might not be able to pray in public, but it might be on our own time. Individual prayer. എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രാർത്ഥനയിൽ എനിക്ക് അനേക കാര്യങ്ങൾ നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം, നമ്മുടെ കൂട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അനേക കാര്യങ്ങൾ രഹസ്യമായിരുന്നു പ്രാർത്ഥിക്കുവാൻ കഴിയും. During our personal time when we're praying, we're able to pray about so many different things, whether it be the church or the different families. ചിലപ്പോൾ അങ്ങനെ ഒരു താലന്തായിരിക്കാം ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. And that might be the kind of talent that God has. പബ്ലിക്കിന്റെ മുമ്പേ നിനക്കൊന്നും പറയാൻ നിനക്ക് കഴിയുന്നില്ലായിരിക്കാം. It might be difficult for you to speak in front of the public. പക്ഷേ രഹസ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കഴിവ് നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, But if God has given you the ability to pray in secret, തീർച്ചയായിട്ടും നാം അത് ചെയ്യണം. and that's something that we should do for sure. അല്ലെങ്കിൽ അവസാനം ആ ദുഷ്ടനായ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത കഴിവുകെട്ടവനായ ദാസനെ എന്നുള്ള സെർവന്റ് എന്നുള്ള വിളി നാം കേൾക്കേണ്ടി വരും. Otherwise, we'll have to hear the call that He gave to that servant, "You wicked, lazy servant." അതല്ല, ഇതൊക്കെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ നാം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ, വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ, വിശ്വസനായ ദാസനെ എന്നുള്ള നീ വളരെ നല്ലതായി ചെയ്തു എന്ന് ദൈവത്തിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുവാൻ ഇടയാവും. On the other hand, if we do what God, or if we bring glory to God through the talents that He's given us, we'll be able to hear that saying, "Well done, good and faithful servant." നമ്മുടെ കർത്താവ് വീണ്ടും നമ്മെ ചേർക്കാൻ വരുമ്പോൾ, When God comes back to gather us to Him again, ആ വിളി കേൾക്കുവാൻ നാം തയ്യാറാണോ? are we ready to hear that call? വിശ്വസനായ ദാസനെ, Well, good and faithful servant. നീ വളരെ നല്ല കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു. You have done many good things on this earth. നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ നീ വളരെ നന്നായി ഉപയോഗിച്ചു. You've used your talents well. നീ ദൈവനാമ മഹത്വത്തിനായിട്ട് നീ അനേക കാര്യങ്ങൾ ചെയ്തു. You have done many things for the glory of നീ God. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. You have prayed for many people. ചിലപ്പോൾ നിനക്ക് ദൈവം പണമായിരിക്കാൻ തന്ന അനേകർക്ക് വേണ്ടി നിന്റെ പണം നീ ഉപയോഗിച്ചു. Maybe if God gave you the gift of money, it might be that you've helped people with. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിച്ചു. It might be that God has used you to pray. അനേകർക്ക് താങ്ങും തണലുമാകാൻ ദൈവം നിന്നെ ഉപയോഗിച്ചു. It may be that God has used you to provide shelter and a safe place for many people. നിന്റെ താലന്തുകൾ, Your talents, ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. make sure to use them well. നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ,
Whenever there's any difficulty or trials in your life, അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ do not be distant from God, ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. but God will help you to rather draw closer to Him. നിന്നിലെ എണ്ണ ഒരിക്കലും കുറഞ്ഞു പോകരുത്. The oil that you have should never run out. നീ അത് എപ്പോഴും കരുതലുള്ളവനായി You should always be looking forward with that desire കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം. and be ready for the coming of the Lord Jesus. അവസാനമായി ഞാൻ ഒരു വാക്കോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നോളട്ടെ. To close, I'd like to read one more verse. One more portion. നോർമലി നാം എപ്പോഴും കാണുന്നതാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. It's a very familiar portion. I have fought the good fight. I have finished the race. I have completed the course that was set before. നാം കർത്താവിനെ കാണുന്ന ആ ദിവസത്തിൽ And on that day, when we see Christ again, ഞാൻ നല്ല പോർ പൊരുതി, I have fought the good fight. ഓട്ടം തികച്ചു, I have completed the race. എന്റെ വിശ്വാസം കാത്തു, I have kept the faith. ഇനി ദൈവം ആ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന ആ പ്രത്യാശ നമുക്കുണ്ടോ? And do we have that hope that God has stored up for us? The crown? കർത്താവ് വരുന്ന ആ ദിവസത്തിൽ, On that day when He returns, നമ്മെ ചേർക്കുവാൻ വരുന്ന ആ ദിവസത്തിൽ, on that day when He returns to gather us, ആ കിരീടം നമുക്ക് ലഭിക്കുമെന്ന പ്രത്യാശ നമുക്കുണ്ടോ? do we have the hope that we will obtain that crown? ആ ദൈവത്തിന്റെ വരവിനെ പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. Let's live with that hope of His coming. നമ്മുടെ വിളക്കുകൾ കൂടുതൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. Let's live so that our lamps are നമ്മിലെ എണ്ണ ഒരിക്കലും കുറഞ്ഞു പോകാതെ, may the oil that we have never run low, കൂടുതൽ പ്രത്യാശയോടെ, and continue to live with more hope എന്റെ കർത്താവ് വേഗം വരും, that my Lord will come അവൻ എന്നെ soon, ചേർക്കുവാൻ വരുന്നു, and that He will come to ആ gather me. പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. Let's live with that hope that we have. ബലവാനായ ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. May God help us to do that. ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's name be glorified. Thank you.